നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കോഴിക്കോടിലെ പ്രമുഖ സ്ഥാപനമായ ഷിബു സ്റ്റോഴ്സിന്റെ ഉടമ ഷിബു ഗോപാലനാണ്. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് ഈ സ്ഥാപനത്തിന്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഷിബു സ്റ്റോഴ്സ് എന്നാണല്ലോ. അപ്പൊ അത് അച്ഛനായിട്ട് തന്നെ ഇട്ടതായിരുന്നു, അതോ സാർ വന്ന് അതിലേക്ക് മാറിയപ്പോഴത്തേക്കും പേരിലൊരു ചേഞ്ച് ഒക്കെ വന്നതാണോ? എങ്ങനെയായിരുന്നു അതിന്റെ സ്റ്റാർട്ടിങ്? അച്ഛനായിട്ട് ഇട്ടതാണ്. മോന്റെ പേരായതുകൊണ്ട് അതെടുത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അതിന്റെ തുടക്കകാലങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? തുടക്കകാലം എന്ന് പറയുന്നത് ഫസ്റ്റില് തൈരിന്റെയും പാലിന്റെയും അങ്ങനെയുള്ള ബിസിനസ് ആയിരുന്നു. മിൽക്ക് പ്രൊഡക്ട്സും ഡയറീസ് ഒക്കെ ആയിരുന്നു. പിന്നെ അതിങ്ങനെ കുറെ വർഷം കഴിഞ്ഞപ്പോ പിന്നെ ഈ പാക്കറ്റ് പാല് തൈര് ഒക്കെ ഇറങ്ങൽ തുടങ്ങിയപ്പോൾ അത് ദേശം ഒന്ന് സ്ലോ ആയി. അപ്പൊ നമ്മൾ അടുത്ത അച്ഛന്റെ പുതിയ ഐഡിയ ആയിരുന്നു അതന്നെ. പിന്നെ തളിയ അമ്പലങ്ങളിലൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അപ്പൊ ഒരു പൂജ ഐറ്റംസ് തുടങ്ങാനുള്ളൊരു പരിപാടി ഇട്ടതാണ്. അത് സാറിന്റെ ഒക്കെ കുഞ്ഞ് വളരെ ചെറുപ്പത്തിലായിരുന്നു. 1975 തോന്നുന്നു സ്റ്റാർട്ടിങ്. അത് ഈ പൂജാ സാധനങ്ങളുടെ സംഭവം 75 ഓക്കെ. അപ്പൊ ആ ഒരു സമയത്ത് അച്ഛന്റെ കൂടെ കടയിൽ പോകുന്നതും ആ ഒരു ഓർമ്മകൾ, അച്ഛന്റെ ഓർമ്മകളൊക്കെ. പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അച്ഛൻ്റെ കൂടെ പോകാറുള്ളതാണ്. ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഷോപ്പ് തന്നെയാണ് ഉണ്ടാകുക, അധികം പോകുന്നതാണ്. ഈ ബിസിനസ് പഠിച്ചത് അച്ഛനിൽ നിന്ന് തന്നെയാണ് അല്ലേ? അച്ഛൻ പഠിപ്പിച്ച ആദ്യത്തെ ഒരു ബിസിനസ്സിലെ ഒരു ബാലപാഠം എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഇപ്പൊ പറയാ? പൂജ ഐറ്റംസിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. പിന്നെ പൊതുവെ ഒരു അമ്പലങ്ങളോടുള്ള ഒരു താല്പര്യം അങ്ങനെയെല്ലാം കൂടി അതിനെ കൊണ്ടാണ് ഈ ഷോപ്പിനോടൊരു താല്പര്യം തോന്നാനുള്ള കാരണം. ഇപ്പൊ ഏകദേശം നമുക്ക് എത്ര 6 ഔട്ട്ലെറ്റ്സ് ഉണ്ട് അല്ല? ആദ്യം ചെറിയ ഷോപ്പായിരുന്നു ചാമുണ്ടീശ്ശേരി ബിൽഡിങ്ങില്. പിന്നെ കുറെ വർഷം കഴിഞ്ഞാണ് അതിന്റെ സൈഡിലുള്ളതും 2 ഭാഗത്തുള്ള ഷോപ്പുകൾ എനിക്ക് കിട്ടിയത്. ഇപ്പൊ ഞാൻ തളിയിൽ വേറൊരു ഷോപ്പും കൂടി ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തത്. കണ്ണൂരും വയനാടും ഒക്കെ നമ്മുടെ പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? അത് ആദ്യം നമ്മള് എന്താ പറയാ റിട്ടെയിൽ ആയിരുന്നു. പിന്നെ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ റിട്ടെയിൽ ആയിരുന്നു അച്ഛനുള്ള ടൈമിലൊക്കെ. പിന്നെ അച്ഛൻ മരിച്ച ശേഷമാണ് പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞാണ് ഞാൻ ഈ ഹോൾസെയിലിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ ഓരോ ഷോപ്പുകാർ ഇങ്ങനെ വന്ന് ആവശ്യപ്പെടൽ തുടങ്ങി. അങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വന്നതാണ്. ഇപ്പൊ നമ്മൾ എവിടെയൊക്കെ കവർ ചെയ്യുന്നുണ്ട്? ഏതൊക്കെ ജില്ലകള്? ഇപ്പൊ ഞാൻ അധികം വയനാട്, കൽപ്പറ്റ, കൊയിലാണ്ടി, അങ്ങനെ മലപ്പുറം, മഞ്ചേരി, അങ്ങനെ എല്ലാ ഭാഗത്തും വരുന്നുണ്ട്. കാസർഗോഡ്. പിന്നെ എല്ലാ റൂട്ടിലും നമ്മളെ വണ്ടിയും പോകുന്നുണ്ട്, ഡെയിലി പോകും ഓരോ റൂട്ടിലേക്കായിട്ട്. പിന്നെ അവരെല്ലാവരുടെ സഹകരണം കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അച്ഛന്റെ ശേഷം നമ്മൾ ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അതുവരെ അച്ഛന്റെയും കൂടെ ഒരു ഹെൽപ്പിലാണല്ലോ അത് റൺ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ആ ഒരു ചേഞ്ച് വന്നപ്പോ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത്? അന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അച്ഛനുള്ള ടൈമിൽ വെറുതെ അവിടെ പോയി ഇരിക്കല, അതിന് അത്ര ഒരു ഇല്ലായിരുന്നു. പിന്നെ മരിച്ച ശേഷം പിന്നെ ഒരു വർഷമൊക്കെ കഴിഞ്ഞാണ് ഒന്ന് ശരിയായി വന്നത്. അതുവരെ ഇങ്ങനെ അതിന് പിന്നെ ഇങ്ങനെ ഓരോ ഷോപ്പുകാരിനെ കണ്ടിങ്ങനെ സംസാരിക്കൽ തുടങ്ങി. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യപ്പെട്ടത് കാരണം അങ്ങനെയാണ് ഈ ഹോൾസെയിലിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. ഇതൊരു സക്സസ് സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? കാരണം എല്ലാ സ്ഥാപനങ്ങൾക്ക് പുറകിലും ഇതുപോലെ ഒരു ജൈത്രയാത്ര, അവിടം വരെ എത്തുന്ന ഒരു, നമ്മളിത് വിജയിച്ച ശേഷമാണ് നമ്മൾ അറിയുന്നത്. അതിന്റെ പുറകിലുള്ള ഒരു കഠിനാധ്വാനം, അതിന്റെ പുറകിലുള്ള കഥകൾ നിങ്ങൾക്കാണ് പറയാൻ പറ്റുള്ളൂ. ഇല്ല, അന്നൊക്കെ കുറെ ബുദ്ധിമുട്ടിന്. അന്നൊക്കെ ഓരോ സാധനങ്ങൾ കിട്ടണമെങ്കിലും ബാംഗ്ലൂര്, തമിഴ്നാട്, ഒന്നാമത് ഈ എല്ലാ ഐറ്റംസ് കിട്ടണമെങ്കിൽ ഫുള്ള് തമിഴ്നാടിനാണ് വരുന്നത്, എല്ലാ ഭാഗത്തുനിന്നും. പഴനി,
അങ്ങനെ സേലം, ഈരോട് അങ്ങനെയുള്ള എല്ലാ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഉം. അന്നൊക്കെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഉം. പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവരലായിരുന്നു. നമ്മൾ ഡയറക്റ്റ് പോകണം അല്ലേ? അന്നൊക്കെ ഡയറക്റ്റ് പോകണം. ഉം. എന്നിട്ട് ഓരോ സ്ഥലത്ത് പോയി കാണി പർച്ചേസ് ചെയ്ത് അങ്ങനെ വരലായിരുന്നു. ഉം. ഇപ്പം പിന്നെ ഓൺലൈനായി. ഓൺലൈനായി അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഒരു വിളിച്ചു പറഞ്ഞാൽ പാർസൽ ബുക്ക് ചെയ്യലും ഉം. ഒക്കെ തുടങ്ങി. ഉം. ആ. ഈ ഓൺലൈൻ വന്നതോടുകൂടി നമ്മുടെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഡയറക്റ്റ് വന്ന് വാങ്ങിക്കുന്ന? അതും കുറച്ചുണ്ട്. പിന്നെ അധികം ഇപ്പം കോമ്പറ്റീഷനാണ്. അങ്ങനെ ഒരു പ്രശ്നമാണ്. അത് എനിക്ക് മാത്രമല്ല, എല്ലാ ഏരിയയിലും അത് ഭയങ്കര ബാധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് എനിക്കും പ്രശ്നങ്ങളാണ്. ഉം. എന്നുവെച്ചാൽ ഓരോ ഏരിയയിൽ കോമ്പറ്റീഷൻ കാരണമാകുമ്പോൾ ഓൽക്കും പ്രോഫിറ്റ് കുറയും, ഓൽക്കും പേയ്മെൻറ്റ് തരാനുള്ള ബുദ്ധിമുട്ട് ഞമ്മക്കും ഒക്കെ കോമ്പറ്റീഷൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇപ്പൊ ഈ പർച്ചേസിങ്ങിനൊക്കെ തമിഴ്നാട് അവിടെയൊക്കെയാ പോവാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം എത്ര ദിവസമൊക്കെ കഴിഞ്ഞായിരിക്കും തിരിച്ചൊക്കെ വരുന്നത്? ഒരു 2-3 ദിവസം കഴിയും. ഉം. പക്ഷേ അച്ഛനുള്ള ടൈമിലെ സ്കൂൾ പഠിക്കുന്ന ടൈമിലെ സ്കൂൾ വിട്ട ടൈമിൽ തന്നെ ഞാൻ പർച്ചേസിനൊക്കെ അച്ഛൻ പറഞ്ഞയക്കാറുണ്ട്. ഓ. അപ്പം പിന്നെ അവിടെയുള്ള ഓരോ പാർട്ടീനെ വിളിച്ചു പറയും, ഉം. ഇങ്ങനെ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അങ്ങനെ ഉം. അന്നാകുമ്പോൾ അത്ര ഒരു ഇതില്ലാത്ത ടൈമാണല്ലോ, പരിചയമില്ലാത്ത ഏരിയയൊക്കെ ആയത് കാരണം. തനിയാണോ അപ്പോഴും പോകുന്നത്? തനിച്ചായിരിക്കും പോവുക. ഓക്കെ. അങ്ങനെ ചെന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ചു വരും. അതന്നെ. ഇപ്പൊ ഈ ഓൺലൈൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയതുകൊണ്ട് ഇപ്പം പിന്നെ കസ്റ്റമറൊക്കെ ആയിട്ട് നല്ല ഡീലിംഗ് ആയതിനെക്കൊണ്ട് പിന്നെ ഒക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് സാധനങ്ങൾ നമ്മുടെ ഇവിടെ എത്തും. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മുടെ പോകുന്നത് ഏതാ? ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ അഗർബത്തി ഐറ്റംസുകള്, പിന്നെ ക്യാൻഫറൊക്കെ വെച്ചാൽ രാജസ്ഥാനിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ ഒക്കെ ഏജൻസിയാണ്. ഒന്നും ആവശ്യമില്ല. ഫസ്റ്റിൽ അവര് എന്താ പറയാ ഷോപ്പിൽ വന്ന, അത് അച്ഛനുള്ള കാലത്തെ അവര് വന്നതാണ്. ആ ടൈമില് അപ്പം മുതലുള്ള ബന്ധാണ്. ഇപ്പോഴും ഉണ്ട്. ഇത്രയും വർഷമായിട്ടും അവര് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ കൂടെ തന്നെ. ഇപ്പൊ ഈ അഗർബത്തിയുടെ കാര്യം, അഗർബത്തി പല പല സ്മെല്ലിലുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും പ്രത്യേക ബ്രാൻഡുകളോ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൊമോട്ട് അത് ഓരോ വരുന്ന കസ്റ്റമറെ താല്പര്യം അനുസരിച്ച് അതിനനുസരിച്ച് ഓരോ പാർട്ടീനെ കണ്ടിട്ടും വിളിച്ചു പറഞ്ഞിട്ടും അങ്ങനെ ഓരോ കമ്പനീനോടും ആവശ്യപ്പെടും, എന്ന മാതിരി വേണമല്ലോ. അതിനനുസരിച്ച് ഓരോ കമ്പനി അതിനനുസരിച്ച് ശരിയാക്കി തരൽ തുടങ്ങി, ഓരോ സ്മെല്ലും ഇതിനനുസരിച്ച്. ഇപ്പൊ നമുക്ക് സീസണൽ ആയിരിക്കുമല്ലോ ഈ പൂജ സാധനങ്ങൾ. ശബരിമല സീസൺ ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ സാധനങ്ങളൊക്കെ ആയിരിക്കില്ലേ കൂടുതൽ പോകുന്നത്? അപ്പൊ അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും അവിടെ നിന്ന് തന്നെയാണോ, തമിഴ്നാട്? ശബരിമല ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പല ഭാഗത്തു നിന്നാണ് വരുന്നത്. ഈ മാല അങ്ങനെയുള്ളതൊക്കെ ഇരിങ്ങാലക്കുട, പിന്നെ ഈ സൈഡ് ബാഗ് ഒക്കെ കണ്ണൂര്, പിന്നെ ആദ്യമൊക്കെ കേരളത്തിൽ നിന്ന് തന്നെയാണല്ലേ അത്യാവശ്യ സാധനങ്ങൾ. അതന്നെ, അങ്ങനെയുള്ളതൊക്കെ അവിടുന്നാണ് വരുന്നത്. ഓരോ സീസൺ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. പിന്നെ ആദ്യമൊക്കെ ആണെങ്കിൽ സൈഡ് ബാഗൊക്കെ നമ്മൾ തന്നെ റെഡി ആക്കലുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം അങ്ങനെ വരലില്ല. പ്രൊഡക്ഷൻ ചെയ്യായിരുന്നു. ഇപ്പം പിന്നെ ഓരോ കമ്പനികൾ അടിച്ചു കൊണ്ടുവരൽ തുടങ്ങി. അതിനെ കൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ആവശ്യം ചുരുങ്ങിയ പ്രോഫിറ്റ് വെച്ചിട്ട്, മറ്റേതാകുമ്പോൾ കുറേ ടൈം എടുക്കും, എല്ലാവരും ശ്രദ്ധിക്കാൻ കുറേ സ്റ്റാഫ് കൂടുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടാവും. ഇതാകുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പൊ സ്റ്റാഫുകളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കുറേ സ്ഥാപനങ്ങൾ ഉണ്ടായാലും ഒത്തിരി സ്റ്റാഫുകളുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഒരാൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷനാണല്ലോ. സാർ അതെങ്ങനെയാണ് ഇച്ചിരി ഈസി ആയിട്ട് ചെയ്യുന്നത്? സ്റ്റാഫുകളിൽ അധികം നമ്മൾ 20 വർഷം 15 വർഷം ഒക്കെ ആയ സ്റ്റാഫുകളാണുള്ളത്. ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ. അതന്നെ. അവരെല്ലാവരും അങ്ങനെ സഹകരിക്കുക, ഒരു സ്വന്തം സ്ഥാപനം പോലെ തന്നെയാണ് അവര് ചെയ്യുന്നത്. അതിനെ കൊണ്ട് എനിക്ക് അത്രയങ്ങ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. രാവിലെ നമ്മൾ എത്ര മണിക്കായിരിക്കും ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്? രാവിലെ 7 മണിയാകുമ്പോൾ ഷോപ്പ് ഓപ്പൺ ആക്കും. പിന്നെ എല്ലാവരും വരണമെങ്കിൽ 7 മണിക്ക്, 7:30, 8 മണി, അങ്ങനെ പല ടൈമിലായിട്ടാണ് വരിക. അതേപോലെ തന്നെയാണ് വൈകുന്നേരം പോകുമ്പോൾ ടൈം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ വന്നവർ കുറച്ച് നേരത്തെ അങ്ങനെ ആണ്. പിന്നെ അവര് എന്താ വെച്ചാല് സീസണിലൊക്കെ ആകുമ്പോ തിരക്കുള്ളപ്പോ ആണെങ്കിൽ അവരങ്ങനെ ടൈമും കാര്യമൊന്നും ആരും നോക്കുന്നതിൽ ആരും ഇല്ല. സീസണിലാണെങ്കിൽ എത്ര ടൈം വേണമെങ്കിൽ അവര് നിൽക്കുകയും ചെയ്യും, ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ അവരോട് അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. അതിനെക്കൊണ്ട് അവർക്കൊരു ഇതൊരു ജോലി ചെയ്യുന്ന സ്ഥാപനം
കസ്റ്റമേഴ്സിനോടുള്ള അതിനനുസരിച്ച് അവർ നിൽക്കുന്നുണ്ട്. ഓക്കെ. നമ്മളിപ്പോ കുറേ സ്റ്റാഫുകളുണ്ടല്ലോ. അപ്പൊ ഇവരെ നമ്മൾ ഇങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് എന്താ? അവർ പല ഭാഗത്തുള്ള ആൾക്കാരാണ് അവിടെ അധികം വർക്ക് ചെയ്യുന്നത്. ആ, പിന്നെ ഇവിടെ കോഴിക്കോടിന് പുറത്തുള്ളവരാ? കോഴിക്കോടുള്ളവരുണ്ട്, ഓക്കെ. പിന്നെ കാഞ്ഞങ്ങാട്, നീലേശ്വരം, കാസർഗോഡ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ അവരോട് അതിനനുസരിച്ച് നിൽക്കുന്നതിനെ കൊണ്ട് അവർക്ക് അതൊരു ഒരു വലിയ പ്രശ്നമായിട്ട് വരാറില്ല. തോന്നില്ല. അതിനെ കൊണ്ട് അവർ ടൈമും കാര്യം അങ്ങനെയൊന്നും ഒരു വിഷയമില്ല. ആ. ഈ കാഞ്ഞങ്ങാട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദൂരം, അപ്പൊ അവരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്ത് ആണ്. ആ ആ നമ്മൾ സ്റ്റേയും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഉണ്ട്. ആ, നമുക്ക് എന്താ പറയാ, ജെൻസിന് താമസിക്കാൻ ഒരു വീടുണ്ട്. ആ, പിന്നെ ലേഡീസ് ആണെങ്കിൽ ചേച്ചി ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും അവര് താമസിക്കുക. ഓക്കെ. ലേഡീസ് സ്റ്റാഫ് ഏകദേശം എത്ര സ്റ്റാഫുകൾ ഉണ്ടാവും, ലേഡീസും ജെന്റ്സും എല്ലാരും കൂടെ? 5-10 ആളുണ്ട്. ഉണ്ട്. പിന്നെ സീസണിൽ ഇങ്ങനെ കൂടും, സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറയും. പിന്നെ അവര് വന്ന് പോയി. പിന്നെ സ്ഥിരമായിട്ടുള്ളവര് കുറച്ചാള് എങ്ങനെയായാലും ഒരു 6-7 ആള് സ്ഥിരമായിട്ട് ഉണ്ടാകും. ഇപ്പൊ സീസൺ നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് റൺ ആവുന്ന ഒരു സീസൺ ഏതായിരിക്കും? അത് ശബരിമല ടൈമിലാണ്. ശബരിമല ടൈം ആകുമ്പോൾ നമ്മള് വൃക്ഷം തുടങ്ങുന്നതിന്റെ 2 മാസം മുമ്പേ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനൊക്കെ തുടങ്ങും. ഈ സൈഡ് ബാഗ്, ഇരുമുടി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, മാല. അപ്പൊ ഒരു വർഷം മുമ്പേ അവര് ഇങ്ങനെ കെട്ടി തുടങ്ങും. ഞാൻ എടുക്കുന്ന പാർട്ടി എനിക്ക് മാത്രമാണ് അവര് മാല തരുന്നത്. അവര് കുറെ കുടിൽ വ്യവസായമാണ്. നമ്മൾ അവർക്കൂടെ ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വർഷം ഫുള്ള് ഉണ്ടാക്കുന്ന മാല ഒന്നിച്ച് അവര് 2 മാസം മുമ്പേ കൊണ്ടുവരും. എനിക്ക് സീസണിന്റെ 1 മാസം മുമ്പേ സെയില് തുടങ്ങും. എന്താ വെച്ചാൽ എല്ലാ ഷോപ്പുകളും ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് 1 മാസം മുമ്പേ തന്നെ എനിക്ക് സെയിൽ തുടങ്ങും. ഇത് അച്ഛനുള്ള കാലം മുതലേ അവിടെ തന്നെയാണോ പർച്ചേസ് ചെയ്യുന്നത്? ടൈമില് അവിടെ തന്നെയാണ്. ഈ അന്ന് മുതൽ ഇപ്പൊ 15-20 വർഷമൊക്കെ ആയല്ലോ, അത്രയും വർഷം ഇങ്ങനെ ഇതേ ആളുകളെ, ഇതേ ഏജൻസികളെയൊക്കെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് പോകണമല്ലോ. അതിന്റെ പുറകിലുള്ള ആ ഒരു എഫേർട്ട് എങ്ങനെയാണ്? ഇല്ല, അച്ഛനുള്ളപ്പോ അവരോട് അത്രയും നല്ല ഇതിലാണ് അവര് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഞാനായപ്പോ അവർക്കൊരു ഇതുവരെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടും കാര്യമൊന്നും വന്നിട്ടില്ല. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ സീസണിനനുസരിച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്യും, ഞാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ കുറെ കസ്റ്റമർ ഉണ്ട് നമുക്ക്. മാല, കർപ്പൂരം, അഗർബത്തി, അങ്ങനെയുള്ള കുറെ പാർട്ടികളുണ്ട്. അത്രയും വർഷം മുമ്പേ ഉള്ള അവരെന്നാണ് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പൂജാ സാധനങ്ങളുടെ കാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാണെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും? താൻ ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാം അവൈലബിൾ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ ഏതെങ്കിലും? ഇല്ല, പുറത്തുനിന്ന് അങ്ങനെ വരുന്നതായി ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല. പിന്നെ ഈ സീസൺ അടുപ്പിച്ചിട്ട് എന്താ പറയാ, ശബരിമല ടൈമില് ഈ കദളി അങ്ങനെയുള്ളതൊക്കെയാണ് ഒരു ഡിമാൻഡും ബുദ്ധിമുട്ടൊക്കെ. പിന്നെ ഇപ്പൊ കുറെ വർഷമായത് കാരണം അവരെന്ത് ചെയ്ത് നമ്മളെ സ്ഥിരമായിട്ട് തരുന്ന ടീം തന്നെ അവര് തന്നെ തോട്ടം എടുത്തും കാണിട്ട് എനിക്ക് വേണ്ടിട്ട് തന്നെ അവര് ഉണ്ടാക്കല് തുടങ്ങി. അവര് കൃഷി ചെയ്യൽ തുടങ്ങി. അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ അപ്പൊ എപ്പം വേണമെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് കിട്ടും. പിന്നെ എടുക്കുമ്പം എന്താ പറയാ, തൃശ്ശൂര് പോണോ, അപ്പൊ ഒരു ലോഡിന് കണക്കാക്കിയിട്ട് ഒന്നിച്ചെടുക്കണമെന്ന് മാത്രം. ഇപ്പൊ കസ്റ്റമേഴ്സ് ആണല്ലോ നമ്മുടെ കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കസ്റ്റമേഴ്സിനായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ അതെങ്ങനെയാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്? കസ്റ്റമർ എന്ന് പറഞ്ഞാല് കുറച്ച് കസ്റ്റമർ അച്ഛനുള്ള ടൈമുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ എല്ലാരും എന്നെ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നതാണ്. പിന്നെ അവരെല്ലാവരും എന്താ പറയാ, ഞാനൊരു ജ്യേഷ്ഠനെ പോലെ അന്യനെ പോലെയൊക്കെയാണ് അവരെയും കാണുന്നത്. അവർക്ക് അതേപോലെ തന്നെയാണ് എന്നോടുള്ളതും. അതിനെ കൊണ്ട് ആരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യമില്ല. എല്ലാരും എനിക്കും ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ഏതാണ് നമുക്ക്? ഈ അഗർബത്തികളാണ്. പക്ഷേ എന്താ പറയാ, ഈ അഗർബത്തി കുറെ ഐറ്റംസ് ഉള്ളതിനെ കൊണ്ട് ചില ഐറ്റംസിന് എന്താ പറയാ പെട്ടെന്ന് കിട്ടി വരാനും അത് ഇതും ചില കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെ. ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാം ഓൺലൈൻ ആയി എന്നല്ലേ, അപ്പൊ ആ സമയത്ത് പണ്ടത്തെ ആ യാത്രകളും പർച്ചേസിങ്ങിന് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? അതുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വർഷത്തില് എല്ലാ കസ്റ്റമറെയും പോയി കാണും. തമിഴ്നാട് എല്ലാ സ്ഥലത്തും പോകും. നേരിട്ട് പോയി കാണും. വെറുതെ ഒരു ആവശ്യമില്ലെങ്കിലും വെറുതെ ഒന്ന് പോയിട്ട് കണ്ടുവരും. പിന്നെ അവരാണെങ്കിലും 1-2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് അവരും ഇങ്ങോട്ട് തന്നെ വരും. ഇപ്പൊ രാജസ്ഥാൻ, സാംഗ്ലി എന്നൊക്കെ വരുന്നുണ്ട്. അവര് 1-2 വർഷമായിട്ട് വെറുതെ കാണാനായിട്ട്
ഇങ്ങോട്ടേക്ക് വരും. ഓ. പക്ഷെ പേയ്മെന്റും കാര്യത്തിന് ഒന്നിന്റെ ആവശ്യമില്ല. അതൊക്കെ ബാങ്ക് ത്രൂ ആണ്, കറക്റ്റ് ബില്ലാണ്. ഉം. അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ വിത്തൗട്ട് ഒക്കെ ആവശ്യമുണ്ട്. ഇപ്പം അതൊന്നുമില്ല. ഉം. അപ്പോൾ കറക്റ്റ് ബില്ല. എന്നാലും അവർ 1-2 വർഷമാകുമ്പോൾ എങ്ങനെയായാലും ഷോപ്പിൽ വന്ന് ഉം. കണ്ടിട്ട് പോകും. 2 ദിവസം ഇവിടെ നിൽക്കുകയും ചെയ്യും. ഓ. ആ അത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ അങ്ങനെ കീപ്പ് ചെയ്യാൻ അതന്നെ. വേണ്ടിയിട്ടാണ്. ഓക്കെ. അതെന്തായാലും വളരെ നല്ല കാര്യം. എനിക്ക് തോന്നുന്നു ആ സമയത്ത് യാത്രകളൊക്കെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ടാവില്ലേ? കാരണം ട്രെയിനൊക്കെ കയറി പോയി പല കടകളിൽ കയറി അങ്ങനെയുള്ള ഒരു സംഭവം. ഇപ്പൊ നമ്മൾ ചുമ്മാ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് സാധനങ്ങൾ കിട്ടില്ലേ? അപ്പൊ ഇടയ്ക്ക് തോന്നാറുണ്ടോ ആ യാത്രകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ? അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് യാത്രകൾ ചെയ്യണ്ടല്ലോ എന്നും ആലോചിക്കും. രണ്ട് സൈഡിലും. അല്ല, എന്നാലും എന്താ വെച്ചാൽ നേരിട്ട് പോയി എടുക്കുന്ന മാതിരി ആവൂല. എങ്ങനെയായാലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഓരോ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തരുന്നതിലും കാട്ടി കൂടുതൽ ഐറ്റംസുകൾ ഉണ്ടാവും. അത് ഏതാ പോകാനുള്ളത് അറിയണമെങ്കിൽ അവിടെ തന്നെ പോയി കണ്ടിട്ട് നോക്കണം. ചെയ്യണം. അവിടെ വെച്ചാൽ ഒരു ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു 8-10 ഐറ്റം ആയിരിക്കും വരിക. ഈ കളമ്പം ഭസ്മം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ എന്താ പറയുക 50-60 ഐറ്റംസ് ഉണ്ടാകും. നോക്കിയെടുക്കണം. തളിയിൽ കിട്ടുന്നതിൽ എല്ലാ ഷോപ്പിലും കിട്ടുന്നതിനെക്കാട്ടി പുതിയ പുതിയ കുറേ വെറൈറ്റി അങ്ങനെയുള്ളതൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ അവിടെ അധികം ഒരു മിതമായ വിലയാണ് എടുക്കുക. അതിനിപ്പോൾ എത്ര ഡിമാൻഡ് ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ ഞാൻ കൂട്ടുകയോ കുറയ്ക്കാനൊന്നും നിൽക്കില്ല. എൻ്റെ ഒരു ചുരുങ്ങിയ പ്രോഫിറ്റ് എടുത്തിട്ട് ആ ലെവലിലാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത്. അതുകൊണ്ടാണ് എല്ലാവർക്കും എന്നോട് ഇത്ര ബാക്കി കടകളിൽ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നമ്മള് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എത്ര ഡിമാൻഡ് ആണെങ്കിൽ എന്തായാലും ഞാനത് സാധനം തീരുന്നവരെ ഒരേ റേറ്റ് തന്നെയായിരിക്കും കൊടുക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, അതായത് ഈ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഡിസ്കൗണ്ടിന്റെ പൈസയും ഈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും ഒരുമിച്ച് നമ്മുടെ സ്റ്റോറിൽ എങ്ങനെയാണ് അവൈലബിൾ ആകുന്നത്? ഇല്ല, എന്താ വെച്ചാല് ഒരു മിതമായ പ്രോഫിറ്റ് ഇട്ടിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഓവർ റേറ്റ് അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ വെച്ചാൽ ഈ പൂജ ടൈമിലൊക്കെ ഓരോരുത്തർക്ക് പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ഐറ്റംസ് കിട്ടാതെ വരും. ഇനിയിപ്പോൾ നമ്മളെ ഷോപ്പിൽ നിന്നായാലും വേറെ ഏത് ഷോപ്പിൽ നിന്നായാലും എങ്ങനെയായാലും പ്രശ്നമില്ലാതെ തളിയിൽ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രാത്രി ഏത് ടൈമാണെങ്കിലും അതിൽ ബോർഡിലെ നമ്പർ നോക്കി ഫോൺ ചെയ്യും. ഞാൻ പോയി എടുത്തു കൊടുക്കും. ഏത് ടൈമാണെങ്കിലും എടുത്തു കൊടുക്കും. അതിനിപ്പോൾ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല. ഏത് ഷോപ്പിൽ നിന്നായാലും എടുത്തു കൊടുക്കും. പിന്നെ ഇല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റാഫുകളുണ്ട് കുറേ, നമ്മൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ അവരോടെങ്കിലും വിളിച്ചു പറഞ്ഞ് കാണിട്ട് ഇനി എന്ത് ചുരുങ്ങിയ സാധനമാണെങ്കിലും എടുത്തു കൊടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് അയക്കും, ചിലപ്പോൾ അരി കിട്ടിയില്ല, ഇല്ലെങ്കിൽ അഗർബത്തി കിട്ടിയില്ല, എന്തെങ്കിലും വിളിച്ചു കാണിട്ട് പറയാം. അപ്പോൾ ഈ രാത്രി 12 ഒരു ടൈമിലൊക്കെ ആയിക്കോലെ ഈ ഐറ്റം ഒപ്പിക്കുക. അപ്പോഴാണ് സാധനം കുറവുള്ളത് അറിയാം. അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു കാണി ഷോപ്പ് തുറന്നും കാണിട്ട് എടുത്തു കൊടുക്കുക. ഒരു താക്കോൽ എൻ്റെ ഉണ്ടാകും, സ്റ്റാഫിൻ്റെ ഉണ്ടാകും. ഓക്കെ. അതായത് ആളുകൾക്ക് ഒരു ട്രസ്റ്റ് ആണ്, അതായത് ഏത് സമയത്ത് വിളിച്ചാലും അവിടെ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്തുന്നതാണ്. അതിനിപ്പോൾ ഏത് ഷോപ്പ്, പിന്നിപ്പോൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വന്നതാണെങ്കിൽ അവർ വന്ന് പറയും ഇനി മുതൽ നിങ്ങൾ എടുത്തു വരാം. പക്ഷെ വന്നാലും വന്നില്ലെങ്കിലും അവർക്ക് വേണ്ട സാധനം എടുത്തു കൊടുക്കും. എന്താ വെച്ചാൽ ആ ടൈമിൽ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ പലിശയ്ക്ക് 3 മണിക്കൊക്കെയാണ് ഇടമതിയാവും തുടങ്ങുക. പിന്നെ ആകെ ടെൻഷൻ, എന്തായാലും ഐറ്റം കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാലോചിച്ചും കാണിട്ട് അവർക്ക് എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കും. അപ്പോൾ അതിന് എക്സ്ട്രാ ക്യാഷോ അങ്ങനെയുള്ളതൊന്നും വാങ്ങാനൊന്നുമില്ല. നമ്മള് ആ റേറ്റ് തന്നെ. രാത്രി വന്ന് തുറന്നു കൊടുത്തു എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ചോദിക്കാറില്ല. അതേപോലെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ കുറെ കടകൾ ഉണ്ടാവുമല്ലോ. ഈ കോമ്പറ്റീഷൻ നമ്മൾ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടുന്നത്? ഒന്നാമത് അധികം ഡിമാൻഡ് വരിക ഈ തെച്ചി, തുളസി, താമര. അത് അധിക ഷോപ്പിലും അത് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യൂല. നമ്മളത് പിന്നെ കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യും, കദളി അങ്ങനെയുള്ളതെല്ലാം. അപ്പം ബാക്കിയുള്ള ഷോപ്പിൽ ഇല്ലെങ്കിലും നമ്മളെടുത്ത് എപ്പോഴും സ്റ്റോക്കിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും. എപ്പോ വന്നാലും എന്ത് സാധനവും നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ നമ്മളിലേക്ക് തന്നെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ഒക്കെ പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അന്നത്തെ കണക്കുകൾ മൊത്തം നോക്കിയിട്ടാണ് കിടക്കാറുള്ളത്. അങ്ങനത്തെ ശീലം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
അങ്ങനെ അങ്ങ് മെനക്കെട്ട് നോക്കലില്ല. പിന്നെ അവരുമായിട്ടുള്ളൊരു ഇത് കാരണം പിന്നെ അവരെന്താ വെച്ചാൽ ഡീറ്റെയിൽ ഒക്കെ ഫുള്ള് എനിക്ക് അയച്ചു തരും. പിന്നെ വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ചാൽ എൻ്റെ മൊബൈലിൽ എനിക്ക് നോക്കാനേ ഉള്ളൂ. എത്ര സെയിൽ ചെയ്ത് ഡീറ്റെയിൽ ഫുൾ എത്ര പർച്ചേസ് ചെയ്ത് ഫുള്ള് ഡീറ്റെയിൽ മൊബൈലിൽ തന്നെ കാണും. അതിനെക്കൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ അവരെന്താ വെച്ചാൽ ലാസ്റ്റ് എന്താ ക്യാഷ് ബാലൻസ് ആക്ക് കറക്റ്റ് ബാങ്കിൽ അടയ്ക്കാറാണ് ഉണ്ടാകുക. പിന്നെ ക്യാഷ് ബാലൻസ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മളെ മൊബൈലിൽ അവരയച്ചു തരികയും ചെയ്യും. അതിനെക്കൊണ്ട് പിന്നെ അങ്ങനെയിട്ട് നോക്കണ്ടേ ആദ്യത്തെ മാതിരി ഇരുന്ന് കൂട്ടിയിരിക്കേണ്ട ഒന്നും ആവശ്യം വരാറില്ല. ഇല്ല. ഓക്കെ. ഇപ്പൊ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ യാത്രകളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇത് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അതായത് നമ്മുടെ ഇന്ത്യയൊക്കെ വിട്ടിട്ട് പുറത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അങ്ങനെ ഇല്ല, എല്ലാം നമ്മള് ഇന്ത്യക്കകത്ത് അതന്നെ ചില അധികം ഈ തമിഴ്നാടാണ് ഉണ്ടാകുക. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും ഉണ്ടാകും. ഓരോ ഐറ്റംസ് ഓരോ സ്ഥലത്തായിരിക്കും. ഈ ഭസ്മത്തിന്റെ ഐറ്റം ഒക്കെ പളനിയാണെങ്കിൽ തുണീന്റെ ഐറ്റം ഒക്കെ ഈരോടായിരിക്കും. അങ്ങനെ ഓരോ പൂവിന്റെ ഐറ്റം ആണെങ്കിൽ തൃച്ചി, അങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാകുക. അപ്പൊ തമിഴ്നാട് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുള്ള എന്താ പറയാ പാർട്ടി എന്നോട് സഹകരിക്കും. അവര് തന്നെ എൻ്റെ കൂടെ ഉണ്ടാകും. 1-2 ദിവസമൊക്കെ ഓരോ സ്ഥലം പോകാനോ കാണിക്കാനോ ഒക്കെ ആയിട്ട് അവർ തന്നെ റൂട്ട് പറയും. അതിനെക്കൊണ്ട് തമിഴ്നാട് പോയാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഓരോ സ്ഥലം കണ്ടുപിടിക്കാനും പോകാനൊക്കെ. നമ്മുടെ കോഴിക്കോട് പോലെ തന്നെയാണ് ഇപ്പൊ തമിഴ്നാട്. അതന്നെ അതിനെക്കാട്ടി നല്ല പരിചയം എന്നറിയാം. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന് നന്ദി.